തണുത്ത് കഴിഞ്ഞാലും കട്ടിയായി പോകാത്ത സേമിയ പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഊണൊക്കെ കഴിഞ്ഞ് പായസം വിളമ്പാൻ തുടങ്ങുമ്പോഴായിരിക്കും നല്ല കട്ടിയായിട്ടിരിക്കുന്നത് കാണുക. വീണ്ടും പാലൊഴിച്ച് അതിൻ്റെ കട്ടി കുറയ്ക്കാമെങ്കിലും ആദ്യത്തെ സ്വാദ് കിട്ടില്ല. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. സേമിയ പായസം തയ്യാറാക്കാനായിട്ട് കുറച്ച് സേമിയ ഒടിച്ചെടുക്കാം. ഈ കാണുന്ന വലുപ്പത്തിൽ ഇതൊന്ന് ഒടിച്ചെടുക്കാം. ഇരുന്നൂറ് ഗ്രാം സേമിയ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 3 ഏലക്ക, കിസ്മിസ് 25 എണ്ണം, കാഷ്യൂനട്ട് 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ രണ്ടാക്കി എടുക്കണം. നെയ്യ് 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 160 ഗ്രാം. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് ഏലക്കയൊന്ന് പൊടിച്ചെടുക്കണം. ഇനി വേണ്ടുന്നത് പാലാണ്. 1.25 ലിറ്റർ പാലും 250 ml വെള്ളവുമാണ് വേണ്ടുന്നത്. ഇത് 1/2 ലിറ്ററിൻ്റെ അളവ് പാത്രമാണ്. ഇപ്പോൾ 1 ലിറ്റർ പാൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 250 ml പാലും 250 ml വെള്ളവും കൂടി ഒഴിക്കാം. ഞാനിവിടെ ഗുഡ് ലൈഫിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പാട ചൂടും. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് സേമിയയും കാഷ്യൂനട്ടും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് കാഷ്യൂനട്ട് ഇടാം. കാഷ്യൂനട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴേക്കും ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കിസ്മിസ് ഇടാം. കിസ്മിസ് നെയ്യിൽ കിടന്നൊന്ന് വീർത്ത് വരുമ്പോഴേക്കും ഇത് കോരി മാറ്റാം. ഇനി ബാക്കി വന്ന നെയ്യിലേക്ക് സേമിയ ഇട്ട് വറുത്തെടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. ചട്ടുകം ഉപയോഗിക്കുന്നതിന് പകരം ഒരു ഫോർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇളക്കാൻ പറ്റും. ഇടയ്ക്ക് പാല് കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സേമിയ വറുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ 7 മിനിറ്റാണ് എടുത്തത്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പാല് നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇടാം. സേമിയ ഇട്ടുടനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം. മീഡിയം ഫ്ലെയിമിൽ 3.5 മിനിറ്റ് മാത്രം സേമിയ വേവിച്ചാൽ മതി. സേമിയ കൂടുതൽ വേകുമ്പോഴാണ് പായസം കട്ടിയാവുന്നത്. ഇതിൽ പറഞ്ഞേക്കുന്ന അളവിൽ പാലും സേമിയയും എടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ടിയാവാത്ത സേമിയ പായസം തയ്യാറാക്കാം. 3.5 മിനിറ്റ് ആയപ്പോഴേക്കും സേമിയ പരുവത്തിന് വെന്ത് കഴിഞ്ഞു. ഇനിയും തീ ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് ഇതിലേക്ക് പെട്ടെന്ന് തന്നെ പഞ്ചസാര ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക കൂടി ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. പഞ്ചസാരയും ഏലക്കയും എല്ലാം നല്ലതുപോലെ ഇതിലേക്ക് അലിഞ്ഞു ചേരണം. ഏലക്കയുടെ പുറമേയുള്ള തോട് മാറ്റിയതിന് ശേഷമാണ് പൊടിച്ചത്. പൊടിച്ചതിന് ശേഷം ഈ തോടും കൂടെ പാലിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും കിസ്മിസും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് കുറുകിയിട്ടില്ല. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. എന്തായാലും അടുപ്പിൽ നിന്ന് എടുത്ത ഉടനെ സേമിയ പായസം നമുക്ക് കുടിക്കാൻ പറ്റുകയില്ല. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ കുടിക്കാൻ പറ്റുകയുള്ളൂ. ഇത് അടുപ്പിൽ നിന്നെടുത്ത് താത്ത് വെച്ചതേ ഉള്ളൂ. നല്ല ചൂടാണ്. ഇതിൽ നിന്ന് ആവി പോകുന്നത് നമുക്ക് കാണാം.
ഇതൊരു അരമണിക്കൂർ ആയപ്പോഴേക്കും തണുത്ത് കഴിഞ്ഞു. ചെറിയൊരു ചൂട് മാത്രമേ ഇതിനുള്ളൂ. ഇത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫാനും ഇട്ട് ഇടയ്ക്ക് ഇളക്കിയും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു തവി കൊണ്ട് കോരി ഒഴിച്ച് കാണിച്ചു തരാം. ഇതിനെയും വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.